പറ്റുന്നെന്നും എനിക്കറിയില്ല. അതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇനിയുള്ള കാലം മക്കളോടും ഭാര്യയോടും ഒപ്പം സന്തോഷമായിട്ട് സ്വന്തം വീട്ടിൽ പിള്ള ചെന്ന് കഴിയേ. ഇന്നോ നാളെയോ എന്നും പറഞ്ഞു നിൽക്കുന്ന ഈ വീട്ടിൽ ഇനിയും ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം? മറ്റെവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുന്നത് വരെ കാര്യങ്ങൾ നടക്കണ്ടേ? അതിനാ ഈ പണം. രാഘവ് സാറേ, സത്യാമ്മ പറയുന്നത് കേട്ടോ? എന്നോട് എന്റെ കുടുംബത്തിൽ പോയി നിൽക്കാൻ. എനിക്ക് ഈ കുടുംബത്തെ കഴിഞ്ഞേ വേറെ ഉള്ളൂന്ന് സാറിന് അറിയില്ലേ സാറേ? പറഞ്ഞു കൊടുക്ക് സാറേ. സാറിന്റെ ഒരു കൈ സഹായത്തിനാണ് ഞാനിവിടെ ജോലിക്കായി വന്നത്. ആ സഹായം എന്റെ മരണം വരെ ഞാൻ ചെയ്യും. അതിന് പ്രതിഫലവും ഭക്ഷണവും ഒന്നും വേണ്ട, എങ്കിലും ഞാൻ ചെയ്യും. കാരണം അതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാനിവിടെ നിന്നിട്ടുള്ളതും നിഴല് പോലെ നടന്നിട്ടുള്ളതും. അതുകൊണ്ട് ഈ പണം ഇവിടെ തന്നെ ഇരിക്കട്ടെ. സത്യാമ്മേ, പിന്നെ സത്യാമ്മ എന്റെ കുടുംബത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ വീടും വീട്ടുകാരും ഉള്ളത് കൊണ്ട് മാത്രമാ എനിക്ക് ആ കുടുംബവും കുടുംബത്തിലുള്ളവരും എല്ലാം ഉണ്ടായത്. അവര് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്, നല്ല വസ്ത്രങ്ങൾ ഇട്ടത്, അവിടെ വരുന്ന ഓരോ കാര്യങ്ങളും അന്തസ്സായിട്ട് നിന്ന് ചെയ്യാൻ പറ്റിയത്, എന്റെ പെമ്മക്കളുടെ വിവാഹം നടത്തിയത് എല്ലാം ഈ വീടും വീട്ടുകാരും ഉള്ളതുകൊണ്ട് മാത്രമാ. സത്യാമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതുകൊണ്ട് മാത്രമാ എന്റെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിടത്തേക്കും പോവില്ല. ദയവ് ചെയ്ത് പോകാൻ പറയരുത്. രാഘവ് സാറേ, സാർ എന്നോട് പോകാൻ പറഞ്ഞേക്കല്ലേ. പോകാൻ പറഞ്ഞാൽ ഈ രമണൻ പിള്ള തകർന്നു പോകും. അല്ല, പോകാൻ പറഞ്ഞാൽ തന്നെ ഞാൻ എവിടേക്ക് പോകാനാ? നിങ്ങൾ എവിടെ പോകുന്നു അവിടെ ഞാനും വരും. അല്ലാതെ എനിക്ക് മാത്രം രക്ഷപ്പെടാനുള്ളൊരു വഴി അത് ഒരിക്കലും ഞാൻ തിരഞ്ഞെടുക്കില്ല. ഈ വീട് വച്ച സമയം മുതൽ ഞാനിവിടെ നിൽക്കുന്നതാ. ഇനി എന്നെ ഭാരമായിട്ട് തോന്നുന്നെങ്കിൽ സാറ് നേരെ ചെവൊന്ന് നടന്നു. മതിയോടോ, താനിവിടെ നിങ്ങനൊക്കെ പറഞ്ഞാലേ എന്റെ ചങ്ക് പൊട്ടി പോടും. എടോ, താൻ പോവണ്ട. താനെന്നല്ല, ഈ വീട്ടിലെ ആരും ഒരിടത്തേക്കും പോവണ്ട. വാടക വീട്ടിലെങ്കിൽ വാടക വീട്ടില് നമുക്ക് പോവാം. നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചു പോവാം. എന്നിട്ട് ഉള്ളത് കൊണ്ട് അതിന് കഞ്ഞിയും ചമ്മന്തി ആണെങ്കിലും സന്തോഷത്തോടെ കഴിച്ച് കിടക്കാടോ. എന്താടേ, ഇനി നിനക്കൊല്ലം പറയണ്ടോ? ആ കള്ളക്കളവന്റെ കൂടെ കഴിഞ്ഞു. അയാൾ എന്നെ വിട്ടുപോത്തില്ലെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. കാരണം ഈ വീടും വീട്ടുകാരെയൊക്കെ വിട്ട് ഇയാൾക്കൊരു ലോകമില്ല. ഭാര്യയും മക്കളെയും കാണാൻ പോയാൽ പോലും കൂടിയ 2 ദിവസമാ. 3-ാം ദിവസം കാലത്ത് ഇവിടുത്തെ മുറ്റത്തുണ്ടാവും. അയാളാ. അങ്ങനെയുള്ള ഇയാളൊക്കെ എവിടെ പോവാനാ?
സാറേ, ഞാനെന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്നും പ്രതീക്ഷിച്ചല്ല. പിള്ളച്ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കും അങ്ങനെ നിങ്ങളെയൊക്കെ ഇട്ടിട്ട് പോവാൻ പറ്റുമോ? ഭാമേ, കേട്ടില്ലേ? ഇവരാരും ഈ സങ്കടക്കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നില്ലെന്നാ പറയുന്നേ. അപ്പൊ പിന്നെ കണ്ണീരും കയ്യുമായിട്ട് നമുക്ക് ഈ യാത്ര അങ്ങ് തുടരാം. അടുത്ത നടക്കാൻ പോകുന്ന വലിയൊരു പടിയിറക്കൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നഷ്ടപ്പെടട്ടോ എല്ലാം. ഇതുപോലെ ചങ്ക് പറിച്ച് കൂടെ നിൽക്കാൻ വരെ പോലുള്ളവർ തയ്യാറായി നിൽക്കുമ്പോ നമ്മൾ എന്തിനാ ഭാമേ ഭയക്കുന്നേ? വരുന്നതൊക്കെ വരുന്നത് പോലെ വരട്ടെ. നമുക്കതെല്ലാം സ്നേഹം കൊണ്ട് നേരിടാടോ. ഇനി ഇവിടെ എന്നാ ഞാൻ വീണ്ടും കരഞ്ഞു പോവും. ഞാനൊന്ന് കിടക്കട്ടെ. പിള്ളേ, ഒന്ന് പിടിക്കടോ. സറവാടി, വടിയൊന്നും വേണ്ടടോ. താനല്ലോടോ എന്റെ കൈ. ഞാൻ കടന്നു കഴിഞ്ഞ് ഇടയ്ക്ക് താനെ വിളിച്ച് ഉറപ്പ് വരുത്തണോടോ. ശ്വാസം ഉണ്ടോന്ന്. സാറേ, സമയം മോശമായതുകൊണ്ടേ ചെറിയൊരു പേടിയുണ്ടേ. എടോ പിള്ളേ, എന്നെ ഇങ്ങനെ താങ്ങി നിർത്താൻ താനല്ലാതെ പിന്നെ ആരാടോ ഉള്ളേ?